ശ്രീ ഷാക്കിർ, ഇപ്പോൾ മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ല, മുഹമ്മദ് ഖാസിമിനെതിരെ തെളിവില്ല എന്നപ്പോൾ സർക്കാർ തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതിലപ്പുറം അന്വേഷണം പോകുമെന്നും യഥാർത്ഥ പ്രതികളിലേക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആരാണ് ഇങ്ങനെയൊരു ഈ കുതന്ത്രം മെനഞ്ഞത് എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിലവിലെ സാഹചര്യം വെച്ച് പോലീസ് ആ രീതിയിൽ പോകാത്തത് കൊണ്ടാണ് കോടതിയെ യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനും ഒക്കെ സമീപിക്കേണ്ടി വന്നത്. അത് കൃത്യമായി ആ നിയമ പോരാട്ടം ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനിനല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അവിടെയല്ല അവസാനിക്കേണ്ടത്. CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ശ്രീമതി കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇന്ത്യയിലെ നിയമ സംവിധാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥ പ്രതി ചേർക്കപ്പെടേണ്ട ആളുകളാണ്. അതിനനുസരിച്ച് കുറ്റം അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്കറിയാം, ഏപ്രിൽ 25 രാത്രി 8 മണിക്കാണ് മുഹമ്മദ് ഖാസിം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്. എൻ്റെ പേരിൽ ഇങ്ങനെ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, അത് നടപടിയെടുക്കണം. അതിനുശേഷം 10 മണിക്കാണ് CPMൻ്റെ ആളുകൾ പോയി പരാതി കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് കേരളത്തിലെ പോലീസ് ആരുടെ പേരിലാണ് കേസെടുക്കുന്നത്? ആരെയാണ് പ്രതിയാക്കി ഇവരിങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ളത്? അത് നമുക്ക് നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. പോലീസിൻ്റെ കൈകൾ കൂച്ചുവിലങ്ങിട്ട് വെച്ചിരിക്കുകയാണ്. അത് CPMൻ്റെ കൈകളിലാണ് പോലീസിൻ്റെ പൂട്ടിൻ്റെ ചാവിയുള്ളത്. ആ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഏത് വിധേന, ഇപ്പോൾ ഹൈക്കോടതി ഇവർ അഫിഡവിറ്റ് കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവിടെ പോരല്ലോ. ഇതിലൊരു കുറ്റവാളിയില്ലേ, കുറ്റം നടന്നിട്ടുണ്ടല്ലോ, ആ കുറ്റക്കാരനെ കണ്ടെത്തണ്ടേ? ആ കുറ്റക്കാരനെ കണ്ടെത്താൻ നിരവധി സംവിധാനങ്ങൾ നിലവിലുണ്ട്, വളരെ ഈസിയായി കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏപ്രിൽ 25 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആവർത്തിക്കുകയാണ്. മുഹമ്മദ് ഖാസിമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിനെതിരെ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും, അതിന് സംശയമില്ല. കൂട്ടത്തിൽ നേരത്തെ BJPയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു പരാമർശിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വടകരയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ്. അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൻ്റെ കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട്, പാലക്കാട് തുടങ്ങി 8 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ വോട്ടർമാരുടെ കാര്യങ്ങളൊക്കെ കൃത്യം അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ, ഇപ്പോൾ കാസർഗോഡ് നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വിജയിച്ചപ്പോൾ, K സുധാകരൻ കണ്ണൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ അവരൊക്കെ നടത്തിയിട്ടുള്ള ചില വിജയത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെയുണ്ട്. അത് സുഹൃത്തൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ ജാതീയതയാണോ, വർഗീയതയാണോ, മതേതരത്വമാണോ, രാഷ്ട്ര താല്പര്യമാണോ വിജയിച്ചത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭീകരവാദ സംഘടനയിലല്ല ഷാഫി പറമ്പിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ വർഗീയവാദി, ഭീകരവാദി എന്ന് ചിത്രീകരിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവമായി കരുതുന്ന ഈ ഭീകരവാദിയായി കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന BJPയുടെ നേതാക്കന്മാരുണ്ട്. ആ ഗണത്തിൽ കൂട്ടേണ്ടത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെയാണ്. ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളെ പാലക്കാട് നിന്ന് ഷാഫി യാത്ര പറഞ്ഞു പോരുമ്പോൾ അവിടെ നിരവധി സഹോദരിമാർ, പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇവിടെ വടകരയിൽ പ്രായം ചെന്ന അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഷാഫിയെ സ്വീകരിക്കുന്നതും രാഷ്ട്രീയം മറന്ന് പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടതുകൊണ്ടാണ് BJPക്ക് അനുകൂലമായി CPM ഇതുപോലെ പ്രചരണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരാരോപണങ്ങൾ നടത്തി വിഷയത്തെ ഡൈവേർട്ട് ചെയ്യരുത്. ഇവിടെ റിപ്പോർട്ടർ ചർച്ചയ്ക്കെടുത്തിട്ടുള്ള വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഈ തരത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നത് ആരായാലും ശരി, അവർക്ക് ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിൽ നമ്മൾ മതേതര കേരളം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട്. ഇത്തരം സമീപനങ്ങളിൽ നിന്ന് CPM പിന്മാറേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.